ഞാനിവിടെ പറയാൻ പോകുന്നത് ആലങ്ങാട് കുന്നേപ്പള്ളിയുടെ വികസനത്തെക്കുറിച്ചാണ്. 50 വർഷങ്ങൾ നീണ്ട ജൂബിലി വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കുടുംബങ്ങളിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഭക്ഷിക്കാം എന്ന പ്രഖ്യാപനം ശരിയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഏറ്റവും വലിയ സംഭവം അതൊന്നുമല്ല. 100 വർഷങ്ങൾ പിന്നിട്ട ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഉണ്ണിമിശിഹ ഏറ്റവും വലിയ പള്ളി എല്ലായിടത്തും ഉണ്ട്. ഉണ്ണിമിശിഹയുടെ പള്ളി എല്ലാ ജില്ലകളിലുണ്ട്, കേരളം ഒട്ടാകെയുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് സെഞ്ചുറിയിലേക്ക് നീങ്ങുന്ന, സെഞ്ചുറിക്ക് അടുത്ത് നിൽക്കുന്ന ഉണ്ണിമിശിഹ പള്ളിയുടെ ഒരു വളർച്ചയാണ്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശിശു സമർപ്പണം. എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്? ഏറ്റവും വലിയ എന്തെന്ന് ഈ പറയണത് എടപ്പള്ളിയിൽ നിന്ന്. എടപ്പള്ളി പള്ളി വലിയൊരു ഫൊറോന പള്ളിയാണ്. മലയാറ്റി പള്ളി വലിയൊരു ഫൊറോന പള്ളിയാണ്. അവിടെ നിന്നൊക്കെ പിള്ളേർ ഇവിടെ വരുന്നു, കുഞ്ഞു പൈതങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള, അതുപോട്ടെ രോഗികൾ അവിടുത്തെ ആ പള്ളിയിൽ വന്നിട്ട് അവിടുത്തെ പള്ളിയിലെ വെള്ളം കുടിച്ച് രോഗം മാറിയ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ അറിവിലുണ്ട്. വളർച്ച വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് 50 വർഷമല്ല, സെഞ്ചുറിക്ക് അടുത്ത് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിന്റെ നീക്കുപോക്കാണ് ആലങ്ങാട് കുന്നേപ്പള്ളി ഇൻഫന്റ് ജീസസ് ചർച്ച് ഓഫ് കുന്നേ. അതിലുപരി പിന്നീട് പറയാനുള്ളത് ഏറ്റവും വലിയ പ്രമുഖ കാര്യമാണ്. ഒരു സന്ദേശവാഹകരായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നു. സന്ദേശമായിട്ട് വരുന്നത് വിശപ്പിന്റെ വിളി മാറ്റാൻ വേണ്ടി ഉണ്ണീശോടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ലോകമെമ്പാടുമുള്ള പല പല ദേവാലയങ്ങളും പല പല അമ്പലങ്ങളും പല പല മസ്ജിദുകളും ഉണ്ട്. പക്ഷെ നാനാജാതി മതങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ണീശയുടെ പേരിൽ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഏറ്റവും നല്ല കാര്യമല്ലത്, ഏറ്റവും നല്ല വളർച്ചയല്ലത്, ഏറ്റവും നല്ല സന്ദേശമല്ലത്. വിശപ്പിന്റെ വിളി എല്ലാവരും പറയുന്നു. ഒരു പള്ളിയിലിത് ഇവിടെ മാത്രമുള്ള ആലങ്ങാട് പള്ളിയുടെ ആലങ്ങാട് കുന്നേപ്പള്ളിയുടെ ഏറ്റവും വലിയ വളർച്ചയാണത്. ലോകത്തുള്ള കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ദേവാലയം, അടിമ കൊടുക്കൽ, അങ്ങനെ ഒരുപാട് സന്ദേശങ്ങളും സംഭവങ്ങളും നടക്കുന്ന വളർച്ചയുടെ ഭാഗമായ ഇപ്പൊ പള്ളിപ്പണി നടക്കുകയാണ്. അത് മഹാസംഭവമാകട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ആ സംഭവങ്ങൾ മനസ്സിൽ വളർച്ച, ദേവാലയത്തിന്റെ പണി കഴിയാൻ വേണ്ടി നമ്മൾ പുതിയ ദേവാലയത്തിന്റെ വക്കലെത്തിരിക്കുന്നത്. എല്ലാവരും സഹകരിച്ച് നല്ല സന്ദേശവാഹകരായിട്ട് ഇത് പൂർണ്ണ വിജയമാക്കണം ആകും എന്ന ആശംസകളോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.